നമ്മളെവിടെയെങ്കിലും ജനിച്ച് താമസിച്ച് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇന്ത്യക്കാരനാകാതിരിക്കുമോ? നമ്മൾ കേരളത്തിലുള്ള ഒരു മലയാളിയാകാതിരിക്കുമോ? ഇല്ലല്ലോ. നമ്മൾ ഈ നാട്ടുകാരനാണ്, കൊച്ചിക്കാരനാണ്. നമ്മൾ കൊച്ചിക്കാരനാണ്. കൊച്ചി നിയോജക മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി മുഹമ്മദ് ഷിയാസ് ആണ് എനിക്കൊപ്പം ഉള്ളത്. അപ്പൊ ഇത്തവണ കൊച്ചി തിരിച്ചു പിടിക്കുന്നുള്ള ആത്മവിശ്വാസം 100%. കൊച്ചി കഴിഞ്ഞ 2 ടേമായി നഷ്ടപ്പെട്ടു. ആ കൊച്ചി തിരികെ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ പ്രവർത്തനമാണ്. 100% ചരിത്ര വിജയത്തോടു കൂടി UDF കൊച്ചിയിൽ വിജയിക്കും. ഇത്തവണ ഇവിടെ എങ്ങനെയാണ് ഈ ഒരു പ്രചാരണത്തിന് പോകുന്ന സമയത്ത് കിട്ടുന്ന ഒരു വൈബ് എങ്ങനെയാണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് അവര് പ്രതികരണം? അല്ല, 10 വർഷക്കാലത്ത് ഈ സർക്കാരിന് കീഴിൽ ഒരു ജനപ്രതിനിധി ഇവിടെ ഉണ്ടായിരുന്നു. ജനങ്ങളുടെ ഏറ്റവും ജനകീയമായിട്ടുള്ള ആവശ്യം, ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ ഒന്നും നിറവേറ്റാൻ കഴിഞ്ഞിട്ടില്ല. ഒന്ന് കുടിവെള്ളമുണ്ട് പ്രശ്നം, കടൽ കയറ്റമുണ്ട്, അതുപോലെ വേലിയേറ്റ പ്രശ്നമുണ്ട്, ആശുപത്രികളുടെ ഏറ്റവും ശോചനീയമായ അവസ്ഥയുണ്ട്, ടൂറിസം രംഗത്ത് തകർച്ചയുണ്ട്, നമ്മുടെ തീരദേശ ഹൈവേയുമായി ബന്ധപ്പെട്ടുള്ള ആശങ്കകളുണ്ട്, മത്സ്യത്തൊഴിലാളികളായിട്ടുള്ള ആളുകൾക്ക് കാലങ്ങളായി ലഭിച്ചുകൊണ്ടിരുന്ന ആനുകൂല്യങ്ങളൊന്നും ലഭിക്കുന്നില്ല, ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം, ലൈഫ് ഭവന പദ്ധതിയിൽ വീടിന് വേണ്ടി കാത്തിരിക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ, ഒരു വലിയ പ്രശ്നമാണ്. പശ്ചിമ കൊച്ചി പോലുള്ള ഒരു പ്രദേശത്ത് ഈ കാര്യങ്ങളിലെല്ലാം ഒരു ഉചിതമായ നടപടികൾ ഹ്രസ്വകാല ദീർഘകാല അടിസ്ഥാനത്തിൽ സംസ്ഥാനത്തെയും കേന്ദ്രത്തിലെയും സർക്കാരിൻ്റേതായിട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം ഉണ്ടാകണമായിരുന്നു. അതൊന്നും ഇത്തവണ ഉണ്ടായിട്ടില്ല ഈ 10 വർഷക്കാലത്തിനിടയ്ക്ക്. പിന്നെ എങ്ങനെയാണ് LDF ജനങ്ങളുടെ മുമ്പിൽ വോട്ട് ചോദിക്കുക? ജനങ്ങൾ ഇതിനു വേണ്ടി, ഇപ്പോൾ കുടിവെള്ളത്തിന് വേണ്ടി നിരന്തരം സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. MLA പറയണം കുടിവെള്ളം ഒരു പ്രശ്നമില്ലെന്ന്. ചെല്ലാനം, കുമ്പളങ്ങി കോർപ്പറേഷൻ്റെ വിവിധ ഡിവിഷൻ, ഇപ്പോൾ ഈ മട്ടാഞ്ചേരി, എത്ര പ്രദേശത്താണ്, എത്ര ഡിവിഷനിലാണ് ഈ പ്രശ്നങ്ങളുള്ളത്? അപ്പോൾ അതിന് പരിഹാരമില്ലെങ്കിൽ ഇല്ല എന്ന് MLA പറഞ്ഞാൽ എങ്ങനെ ശരിയാകുക? ജനം മുഴുവൻ വാട്ടർ അതോറിറ്റി ഓഫീസിന് മുമ്പിൽ സമരം ചെയ്യില്ലേ? ജനങ്ങൾ തീരുമാനിക്കും ആര് ജയിപ്പിക്കണം, ആര് വരണമെന്ന് ജനങ്ങൾ തീരുമാനിക്കും. LDF ഇപ്പം മുന്നോട്ട് വയ്ക്കുന്ന വികസന പ്രവർത്തനങ്ങൾ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതിൽ മുന്നോട്ട് വയ്ക്കുന്ന ഒരു സംഭവമാണ് ടെട്രാപോഡ്. ലോകത്തിന് തന്നെ മാതൃകയായതാണ് ചെല്ലാനം ടെട്രാപോഡ് എന്ന് പറയുന്നത്. അപ്പം അതും അവർ ഉയർത്തി കാണിക്കുന്ന ഒന്നാണ് ഇത്തവണത്തെ പ്രചാരണത്തിൽ. അപ്പം അതിനെങ്ങനെ കാണുന്നത്? അല്ല, കടൽ ഭിത്തി സംരക്ഷണം എന്നുള്ളത് എത്രയോ കാലഘട്ടമായി നമ്മൾ പറയുന്നതാണ്. ഗ്ലോബൽ തലത്തിൽ ഈ ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ചിട്ട്, ഗ്ലോബൽ വാർമിങ്ങിനെ കുറിച്ചിട്ടൊക്കെ വലിയ ചർച്ചകൾ, വലിയ സെമിനാറുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ലോകത്തുണ്ടാകുന്ന ഈ മാറ്റങ്ങൾക്കനുസൃതമായി ഏത് നിമിഷം വേണമെങ്കിലും കടൽ കയറാം. അങ്ങനെ കടൽ കയറിയ സമയത്ത് അതിനു മുമ്പും നിരവധിയായിട്ടുള്ള സമരങ്ങളും പോരാട്ടങ്ങളും എല്ലാം നമ്മൾ നടത്തിക്കൊണ്ടിരുന്നത്. UDFൻ്റെ കാലഘട്ടത്തിൽ വിവിധ പുലിമുട്ടുകൾ ഇട്ടിരുന്നു. ഒരു പരിധിവരെ അത് കടൽത്തീര സംരക്ഷണം നമുക്ക് ഉറപ്പുവരുത്താൻ കഴിഞ്ഞിരുന്നു. അതിനുശേഷം വന്ന LDFൻ്റെ സർക്കാർ ഒന്നും ചെയ്യാത്തത് കൊണ്ടല്ലേ ജനങ്ങൾ കഴിഞ്ഞ 6-7 കൊല്ലക്കാലമായി സമരം ചെയ്തത്. ഈ അടുത്ത കാലത്താണ് ടെട്രാപാഡ് 357 കോടി രൂപയുടെ പദ്ധതിയായിരുന്നു. അത് തെക്കേ ചെല്ലാനം മുതൽ മനാശ്ശേരി വരെയുള്ള പ്രദേശം, ആ പ്രദേശത്താണ് ടെട്രാപാഡ് ആദ്യഘട്ടം തീരുമാനിച്ചത്. പക്ഷേ അത് 12 കിലോമീറ്റർ ആക്കി ചുരുക്കി ആദ്യഘട്ടത്തിൽ. ആ 12 കിലോമീറ്റർ ചെയ്യാനുള്ള തുക വകയിരുത്തി. പക്ഷേ ഏറ്റവും അവസാനം ചെയ്തു വന്നപ്പോൾ 7.2 കിലോമീറ്ററായി അത് ചുരുങ്ങി. ആ പണം തീർന്നു പോയി എന്ന് പറഞ്ഞത്. അപ്പോൾ അതിനകത്ത് ഉള്ള കൃത്യമായ ഒരു അന്വേഷണം നടക്കേണ്ടതുണ്ട്. എങ്ങനെയാണ് ആ പണം തീർന്നത്? കൊച്ചിൻ കോർപ്പറേഷൻ ഉൾപ്പെടെയുള്ള കുടിവെള്ളത്തിൻ്റെ വിതരണം ഇപ്പോൾ ആരെ ഏൽപ്പിച്ചിരിക്കുന്നത്? സ്വകാര്യ കമ്പനിയെ ഏൽപ്പിച്ചു. ഈ കഴിഞ്ഞ മാസമാണ് സർക്കാർ സ്യൂസ് എന്ന് പറയുന്ന ഒരു സ്വകാര്യ കമ്പനിയെ, സിംഗപ്പൂർ കമ്പനിയെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഭീകരമായ അഴിമതിയാണ് അതിനകത്ത്, ഭീകരമായ അഴിമതി. ഇപ്പോൾ 1 രൂപ പോലും അവർക്ക് മുതൽ മുടക്കില്ലാതെ അവർക്ക് 2700 കോടി രൂപയുടെ വാട്ടർ അതോറിറ്റിയുടെ മുഴുവൻ സ്ഥാവര ജംഗമ വസ്തുക്കളും ഉപയോഗിക്കാൻ കഴിയാവുന്ന രീതിയിലേക്ക്, വർഷങ്ങളോളം ലീസ് കിട്ടുന്ന ഒരു രീതിയിലേക്ക്, അവർക്കത് ഉപയോഗിക്കാൻ കഴിയാവുന്ന രീതിയിലേക്ക് മാറ്റി. അവർക്ക് 10 പൈസ മുതൽ മുടക്കില്ല. ADBയുടെ വായ്പ എടുത്ത് പുതിയ ടാങ്കും പുതിയ പൈപ്പ് ലൈനും ഇടാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ സർക്കാരിൻ്റെ പണം, സർക്കാരിൻ്റെ പൈസ അടക്കേണ്ടത്. മെയിൻ്റനൻസിന് വർഷം ഈ സ്യൂസ് കമ്പനിക്ക് പൈസ കൊടുക്കുകയും വേണം. കുടിവെള്ളത്തിൻ്റെ പേരിൽ പോലും അഴിമതി നടത്തുന്ന ഒരു സർക്കാരാണ്. അതിനെതിരായിട്ടുള്ള പ്രതിരോധമായിരിക്കും സത്യത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുക. ജനം അത്രയധികം പൊറുതിമുട്ടി നിൽക്കുകയാണ്. UDF സർക്കാർ ഇത്തവണ അധികാരത്തിൽ എത്തിയില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കുമെന്നാണ് VD സതീശൻ കഴിഞ്ഞ ദിവസം നമ്മളോട് അഭിമുഖത്തിൽ പറഞ്ഞത്. അതിനെക്കുറിച്ചൊരു അഭിപ്രായം? അങ്ങനെ നിങ്ങൾ സ്വപ്നം കാണണ്ട. UDF 100 സീറ്റിലധികം അധികാരത്തിൽ വരും കേട്ടോ. 100 സീറ്റിലധികം UDF അധികാരത്തിൽ വരും. ജനങ്ങൾ ആ തീരുമാനം എടുക്കാനായിട്ട് കാത്തു നിൽക്കുകയാണ്. മണ്ഡലത്തിൽ നിന്ന് പുറത്തുള്ള ഒരു വ്യക്തി തന്നെയാണ്. അപ്പം പക്ഷേ എങ്കിലൊരു DCC പ്രസിഡന്റ് എന്ന നിലയിൽ ജനകീയ മുഖം തന്നെ താങ്കൾക്കുണ്ട്. എങ്കിലും അത് ഇവിടെ എത്രത്തോളം സഹായകമാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്? ഞങ്ങൾ വിദ്യാർത്ഥി യുവജന കാലഘട്ടം മുതൽ പ്രവർത്തിച്ചു വന്ന ഇടങ്ങളാണ് ഈ ജില്ലയിലെ മുഴുവൻ പ്രദേശങ്ങളിൽ. നമ്മളെവിടെയെങ്കിലും ജനിച്ച് താമസിച്ച് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇന്ത്യക്കാരനാകാതിരിക്കുമോ? നമ്മൾ കേരളത്തിലുള്ള ഒരു മലയാളിയാകാതിരിക്കുമോ? ഇല്ലല്ലോ.
നമ്മൾ ഈ നാട്ടുകാരനാണ്, കൊച്ചിക്കാരനാണ്, നമ്മൾ കൊച്ചിക്കാരനാണ്. അപ്പം നമ്മൾ എന്ത് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ വെറുതെ ജനിച്ച് ജീവിച്ചത് കൊണ്ട് കാര്യമില്ല. നമ്മുടെ കർമ്മം എന്താണെന്നുള്ളതാണ്, ജനങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം എന്താണെന്നുള്ളതാണ്. ആ കർമ്മം നിർവഹിക്കുക എന്നുള്ളതാണ് ജനങ്ങൾക്ക് വേണ്ടി. 100% കലർപ്പില്ലാതെ ജനങ്ങളോടൊപ്പം ഞാനുണ്ടാകും, ഒരു ജനപ്രതിനിധി എന്നുള്ളത്.